ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിരാശയുടെ 11 ദിവസങ്ങൾ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസവും ലക്ഷ്യം കാണാതെ അവസാനിപ്പിച്ചു. അടിയൊഴുക്കിന്റെ ശക്തി കുറയാത്തതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നും ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക പ്ലാറ്റ്ഫോം എത്തിക്കും. പുഴയിലെ മൺകൂനയിൽ നിന്ന് 4ാമതൊരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ലോഹസാന്നിധ്യമുള്ള 3 ഇടങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇന്ന് പുഴയിലെ മൺകൂനയിൽ ലോഹസാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച 3ാമത്തെ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ ഓടിച്ച ലോറിയുള്ളതെന്ന് ദൗത്യസംഘം കരുതുന്നു. ഇവിടം കേന്ദ്രീകരിച്ചു തന്നെയാണ് തിരച്ചിലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. In every angle we have finalized that, Baba, that is the particular place wherein we have to search. That search is going on. തിരച്ചിലിന്റെ 11ാം ദിവസത്തിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. Now the team has to give us the exact locations of the point where the truck is. No, they had tried it out. They could not get any thermal signals. Even yesterday, as you saw, it was raining heavily. They could not conduct any operations in the night. So today morning they have tried and they have given us a negative. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിന് ഇന്നും കുറവുണ്ടായില്ല. ഒഴുക്കിന്റെ ശക്തി നിലവിൽ 7 നോട്ടിന് മുകളിലാണ്. ഇത് 2 നോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്രതലം അഥവാ ഫ്ലോട്ടിംഗ് പാന്റലൂൺ എത്തിക്കാൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ദൗത്യമേഖലയിലെത്തിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യോഗത്തിൽ പങ്കെടുത്തു. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് അർജുന്റെ ബന്ധു പങ്കുവച്ചത്. എത്രത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എത്രത്തോളം നീണ്ടു പോകുന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണെന്ന് എന്തെങ്കിലും കൂടുതൽ ആൾക്കാരെ സഹായം തേടിയിട്ട് പെട്ടെന്ന് വണ്ടി റിക്കവർ ചെയ്തിട്ട് അവനെ എടുക്കണമെന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. അപകട സമയത്ത് അർജുൻ ലോറിക്കുള്ളിൽ തന്നെയായിരുന്നോ എന്ന സംശയവും നിലവിലുണ്ട്. ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തെ മണ്ണുമാറ്റിയും ഇന്ന് പരിശോധന നടന്നു. ഇതുവരെ നടത്തിയ തിരച്ചിലിന്റെ വിശദാംശങ്ങൾ ദൗത്യസംഘം കാർബർ ജില്ലാ കളക്ടർക്ക് കൈമാറും. MLA, SP, കര നാവികസേനകൾ, SDRF, NDRF എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുക. ടീം 24 ഷിരൂർ. ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും 11 ദിവസങ്ങൾ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. തുടക്കത്തിൽ അനാസ്ഥയും ആശയക്കുഴപ്പവുമായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കാണ് പ്രതിസന്ധി. അർജുൻ ഓടിച്ച ലോറി പുഴയുടെ അടിത്തട്ടിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചെങ്കിലും അതിനുള്ളിൽ അർജുനുണ്ടോ എന്ന് നേരിട്ടെത്തി പരിശോധിക്കാൻ മുങ്ങൽ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല. അടുത്ത സാധ്യത തേടുകയാണ് രക്ഷാ ദൗത്യ സംഘം. ഷിരൂരിൽ ഇതുവരെ സംഭവിച്ചതെന്ത് എന്ന് നോക്കാം. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു. ഗംഗാവലി പുഴയുടെ തീരത്ത് ഉയർന്നു നിന്ന മണ്ണുമല നിലം പതിച്ചത് ഈ മാസം 16-ന്. ദേശീയപാതയും മൂടി അരികിൽ നിറഞ്ഞൊഴുകിയ പുഴയുടെ ഗതി പോലും മാറ്റിയ മഹാദുരന്തം. നിമിഷനേരം കൊണ്ട് പ്രദേശമാകെ ചെളിയും മണ്ണും കൊണ്ട് മൂടി. പാതയോരത്ത് ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ നായിക്കിന്റെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹം അന്ന് തന്നെ കണ്ടെത്തി.
എന്നാൽ മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടെന്ന വിവരം പുറത്തുവന്നത് 3 ദിവസത്തിനു ശേഷമാണ്. ദുരന്തമുഖത്ത് ആദ്യ 3 ദിനങ്ങളിൽ നാം കണ്ടത് കടുത്ത അനാസ്ഥയാണ്. മണ്ണിനടിയിലെ GPS ലൊക്കേഷനുമായി അർജുന്റെ ഉറ്റവർ അങ്കോളയിൽ സഹായം തേടാത്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി 4-ാം ദിനം കർണാടകയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തെരച്ചിലിനിറങ്ങി. ആദ്യഘട്ടത്തിൽ GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് റേഡാർ പരിശോധന. 4 ഇടങ്ങളിൽ സിഗ്നൽ ലഭിച്ചു. പ്രതീക്ഷയോടെ മണ്ണ് നീക്കി. എന്നാൽ ലോറിയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താനായില്ല. അഞ്ചാം ദിനവും പരിശോധന തുടർന്നെങ്കിലും ആശാവഹമായ ഒന്നും തന്നെ കിട്ടിയില്ല. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലെന്ന് അർജുന്റെ കുടുംബവും നാട്ടുകാരും ആരോപിച്ചു. ഒടുവിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ 6-ാം ദിനം സൈന്യമെത്തി. അതീവ ദുഷ്കര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള സൈന്യത്തിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചു. 15 മീറ്റർ ആഴത്തിൽ പരിശോധന നടത്താൻ സഹായിക്കുന്ന ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള സൈന്യത്തിന്റെ തെരച്ചിലിൽ കരയിലെ കല്ലും മണ്ണും നിറഞ്ഞ ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു. വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിപ്പ്. മണിക്കൂറുകൾക്കകം അതും ലോറിയല്ല എന്ന് വ്യക്തമായി. പിന്നാലെ ലോറി കരയിലില്ലെന്ന സൈന്യത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. എട്ടാം ദിനത്തിലും ഷിരൂരിൽ സൈന്യം തുടർന്നു. നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഗംഗാവലിയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തി. കനത്ത മഴയും പുഴയുടെ ഗതിമാറ്റവും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പത്താം ദിനത്തിലാണ് മറ്റ് നിർണായക സൂചനകൾ ലഭിച്ചത്. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും പുഴയിൽ നടത്തിയ തെരച്ചിലിൽ കരയിൽ നിന്ന് 50 മീറ്റർ അകലെ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പക്ഷേ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ടീം 24 ഷിരൂർ. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണെന്ന് പോലീസ് കണ്ടെത്തി. കർശന നടപടി ഉറപ്പാക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. അർജുന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബത്തിന് നേരെയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വ്യാജ പ്രചാരണം. വാർത്താസമ്മേളനം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് പ്രചരിപ്പിക്കുന്നത്. പിന്നാലെയാണ് കുടുംബം സൈബർ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ നടപടി ഉറപ്പാക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് 24നോട്. ഒരു തരത്തിലും അത്തരം മനുഷ്യത്വപരമല്ലാത്ത നിലപാടിനോട് യോജിക്കാനാവില്ല. ഈ നികൃഷ്ട മനസ്സുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബ് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണെന്ന് പോലീസ് കണ്ടെത്തി. ചില ഓൺലൈൻ ചാനലുകളിൽ വന്ന പ്രചാരണങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് DYFIയും പരാതി നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. ഷിരൂരിൽ അല്പസമയം മുൻപാണ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി നാളെ തിരച്ചിൽ പുനരാരംഭിക്കും. ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നു. ഷഫീദ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു 9 മണി കഴിയുമ്പോൾ ഈ ഡ്രോൺ പരിശോധനയുടെ ഒരു ക്രോഡീകരിച്ച റിപ്പോർട്ട് ഐബോർഡ് സംഘം, ആ ടീം ജില്ലാ ഭരണകൂടത്തിന് കൈമാറുമല്ലോ. അതിൽ ഒരുപക്ഷെ ഇന്നത്തെയും ഇന്നലത്തെയും തെരച്ചിലിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ ഉണ്ടാകും. നാളെ ഇനി എന്ത് ചെയ്യണമെന്നതിൻ്റെ ചില നിർണായക സൂചനകളും ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് കരുതാം, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ഐബോർഡ് ഡ്രോൺ പരിശോധനാ സംഘം, അതേപോലെ തന്നെ NDRF, SDRF, നേവി, കരസേന ഇത്രയും ആളുകൾ നടത്തിയ
സംയുക്ത രക്ഷാപ്രവർത്തനത്തിന്റെ റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് ഇതിനോടകം തന്നെ കാർവാർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറാനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഈ വിവരം അടക്കമുള്ള കാര്യങ്ങൾ, ഈ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അതിലൊരു അവലോകന യോഗവും ചേർന്ന ശേഷം മാത്രമായിരിക്കും നാളത്തെ നീക്കം. അതിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് കാർവാർ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന നീക്കം, അതിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിജയകുമാർ, ഇന്നത്തെ മുഴുവൻ ദിവസത്തെയും കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും നിരാശയായിരുന്നു ഫലം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തിരച്ചിൽ നടപടികളടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, അവിടുത്തെ കാലാവസ്ഥ തന്നെയായിരുന്നു വിഘാതമായി തീർന്ന ഒന്നാമത്തെ കാര്യം. അതായത് നേവി സംഘം ഇന്ന് പരിശോധനയ്ക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് 9 മണിയോടടുത്തു. അതിനും അപ്പുറത്തേക്ക് ഡ്രോൺ പരിശോധനാ സംഘത്തിന്റെ പരിശോധനകളും വൈകി. അത്ര മോശം കാലാവസ്ഥയായിരുന്നു ഇന്ന് ഷിരൂരിൽ എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് ഈ ഡ്രോൺ പരിശോധനാ സംഘത്തിന്റെയും സംയുക്ത സംഘത്തിന്റെയും ഒരു അപ്ഡേറ്റ് ആണ്. അതിൽ ഡ്രോൺ പരിശോധനാ സംഘത്തിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് ഈ അപകടം നടന്ന സ്ഥലം ഡ്രോൺ നിരോധിത മേഖലയാക്കി. കാരണം ഇന്ന് രാവിലെ ഈ പരിശോധന നടത്തിയ പ്രത്യേക സംഘത്തിലെ ഡ്രോൺ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിൽ പോയി. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പരിശോധനാ സമയം മറ്റൊരു ഡ്രോൺ പറത്തിയതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്ന് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി. അങ്ങനെ ആ സ്ഥലം, ഈ അപകടം നടന്ന മേഖല ഡ്രോൺ നിരോധിത മേഖലയാക്കി. ഇനി മുതൽ ഈ പ്രത്യേക പരിശോധനാ സംഘത്തിന് ഡ്രോൺ മാത്രമായിരിക്കും അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവർ അറിയിച്ചിരിക്കുന്ന അപ്ഡേഷൻ. അതേസമയം ഇന്നത്തെ പരിശോധന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു. ഈ പുഴയിലെ അടിയൊഴുക്ക് അത് 7 എന്ന് പറയപ്പെടുന്നതിൽ നിന്ന് താഴേക്ക് മാറിയിട്ടേയില്ല. അണ്ടർ കറൻസ് കാര്യമായി തന്നെ വളരെ ശക്തമായി തന്നെ ഇന്നുണ്ടായിരുന്നു ഗംഗാവാലി നദിയിൽ എന്നുള്ളതും ഈ തിരച്ചിലിന് തിരിച്ചടിയായി. ഏതെങ്കിലും തരത്തിൽ ഡൈവിംഗ് സംഘത്തിന് അവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുമ്പോൾ അത് 3 എന്ന രീതിയിലേക്ക് മാറണം. പക്ഷേ അങ്ങനെ ഒരു അളവിലേക്ക് അത് മാറിയില്ല, കുറഞ്ഞില്ല. ജലനിരപ്പ് ഉയർന്നതിന് നിന്നു. അതിനും അപ്പുറത്തേക്ക് അടിയൊഴുക്ക് അതേ കുറച്ചുകൂടി കൂടി, കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ്. നേവി സംഘത്തിന് ഡൈവ് ചെയ്യാൻ തടസ്സമായിരുന്ന ഒരു കാര്യം. മാത്രവുമല്ല, നമ്മൾ മുൻപ് പറഞ്ഞ കലങ്ങി മറിഞ്ഞ രീതിയിൽ ഗംഗാവാലി നദി ഒഴുകുകയായിരുന്നു. അപ്പോൾ ക്ലാരിറ്റി, വിസിബിലിറ്റി പ്രശ്നം അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതും ഇവർക്ക് ഒരു കാരണമായി നേവി സംഘം ഇന്ന് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ റെസ്ക്യൂവിന് ഇറങ്ങേണ്ടതില്ല എന്നുള്ള കാര്യം അത് നേവി ഈ ഘട്ടത്തിൽ തീരുമാനിച്ചത്. അവർക്ക് അവിടെ സ്റ്റിങ്ക് ചെയ്ത് വന്ന് നിൽക്കാൻ, അവരുടെ ഡിങ്കി ബോട്ടുകൾ കടക്കമടവന്ന് നിൽക്കാൻ ഒരു സാധ്യതയുള്ള ഒരു സാഹചര്യവും ഇന്നും ഗംഗാവാലി നദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു വലിയ ഇതായി മാറി. അതേസമയം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന അത് ഇന്നും തുടർന്നു. പ്രത്യേകിച്ച് ഈ ലക്ഷ്മണന്റെ ചായക്കട ഇരുന്ന സ്ഥലത്ത് ഇന്ന് സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധനയിലൊന്നും കാര്യമായി ഒന്നും ഉണ്ടായില്ല. അത് മനസ്സിലായി. ഇന്ന് ആ പരിശോധനയും വിഫലമായി, അതിൽ കാര്യമായി ഒന്നും ഉണ്ടായില്ല. നമുക്കറിയേണ്ടത് ഇപ്പോൾ ഇന്നലെ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം ആ സംഘം വിശദീകരിച്ചത് ഒരു മൂന്നാമത്തെ എന്താ വെച്ചാൽ 3 മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് ശക്തമായ സാന്നിധ്യമുണ്ട്, അതിൽ ട്രക്ക് തന്നെ എന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയായപ്പോഴേക്കും ഒരു 4മതൊരു സ്ഥലത്തെ പറ്റി പറയുന്നു, അവിടെയും ശക്തമായ സാന്നിധ്യമുണ്ട്, അതും ട്രക്കാണെന്ന് പറയുന്നു. അപ്പോൾ 3ലോ 4ലോ എന്നതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? അതിലൊരു വ്യക്തത വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് നാവികസേനാംഗങ്ങളെ ഇറക്കി പരിശോധിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതിനിടയിൽ കാർവാർ MLA പറയുന്നു ഈ ഡ്രോണിൻ്റെ ക്യാമറയുടെ സഹായത്തോടുകൂടി ഈ എക്സാക്ട് ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട്, ഈ ട്രക്കിൻ്റെ ചിത്രവും കിട്ടിയിട്ടുണ്ട്, ട്രക്ക് ചരിഞ്ഞു കിടക്കുന്ന നിലയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊരു പക്ഷേ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടുമെന്ന്. ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല. അതിലെന്താണ് സംഭവിച്ചത്? ചിത്രം കിട്ടിയിട്ടുണ്ടോ? യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയത് 2-3 സ്പോട്ടുകളിലായിരുന്നു. ഈ 2-3 സ്പോട്ടുകൾ കേന്ദ്രീകരിക്കുമ്പോഴാണ് 4മത്തെ ഒരു സ്പോട്ട് പുതുതായിട്ട് കൂടുതൽ സിഗ്നൽ, അതായത് ശക്തിയുള്ള സിഗ്നലുകൾ ലഭിക്കുന്ന 4മത്തെ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന വിലയിരുത്തലനുസരിച്ച് 3മത്തെ സ്പോട്ടിൽ തന്നെയാണ് ഈ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലുള്ളത്. അങ്ങനെ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സിഗ്നലുകളാണ് ഇപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ കാർവാർ MLA പറഞ്ഞതുപോലെ തന്നെ ചില നിർണായക സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചില ഡിജിറ്റലൈസ്ഡ് ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമായ വിദഗ്ധ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ആ റിപ്പോർട്ടിൽ മാത്രം, നമ്മൾ മുൻപ് പറഞ്ഞ ആ റിപ്പോർട്ടിൽ മാത്രമായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനൊരു സീക്രസി സ്വഭാവമുണ്ട്. അപ്പോൾ ആ സീക്രസി സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചും അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരിച്ച വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. പക്ഷേ ആ സ്പോട്ട് 3 അത് തന്നെയാണ് ഇപ്പോൾ ഡ്രോൺ സംഘത്തിന്റെ, ഐബോൺ ഡ്രോൺ സംഘത്തിന്റെ പ്രധാന കൺസേൺ, പ്രധാന ഫോക്കസ്. നമ്മൾ കാർവാർ SP-യോട് ഇന്ന് വൈകുന്നേരം അക്കാര്യം എടുത്തു ചോദിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞത് സ്പോട്ട് 3ൽ തന്നെയാണ് അവർക്ക് ആക്റ്റീവ് റേഡിയോ സിഗ്നൽസ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇനിയുള്ള പരിശോധന. നാളെ ഏതായാലും ഫ്ലോട്ടിംഗ് ചെയ്ത് കിടക്കുന്ന ശേഷിയുള്ള
ഒരു സംവിധാനം കൂടി വരികയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാളത്തെ പരിശോധനാ രീതി, തെരച്ചിൽ രീതി എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി തീരുമാനമുണ്ടാകും. ഈ ഫ്ലോട്ടിംഗ് ബൗണ്ടിനെ അടക്കമുള്ള ഒരു പ്രത്യേകത, അവിടെ അത് നിരത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ഒരു വലിയ അയൺ റോഡ് ലാൻഡ് ചെയ്തുകൊണ്ട് അതുവഴി ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള സാധ്യതയാണ് പ്രധാനമായും പരിശോധിക്കുക. വിജയകുമാർ. യെസ്, നാളെ നിർണായക നീക്കങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഷഫീദ, ഒരു കാര്യം കൂടി, മനുഷ്യ സാന്നിധ്യം സംബന്ധിച്ച് സൂചനകളില്ല ഇന്ന് ഉത്തര കർണാടകയുടെ കളക്ടർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൽ ഇനിയൊരു സ്ഥിരീകരണം വേറെ വേണ്ടതുണ്ടോ, അതോ അതൊരു അന്തിമമായ വിലയിരുത്തലായി നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാവുമോ? വിജയകുമാർ, ഇതുവരെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ നമുക്ക് അങ്ങനെ ഒരു സബ്സ്റ്റൻസ്, അതായത് ഒരു ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം നമുക്ക് ഇതുവരെയും പ്രസന്റബിളായി തെളിഞ്ഞിട്ടില്ല. അതാണ് കഴിഞ്ഞ ദിവസം നടന്ന തെർമൽ സ്കാനിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള പരിശോധനയിൽ ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്പോട്ട് 3 കുറച്ചുകൂടി വിശദമായൊരു പരിശോധന നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യം. പക്ഷേ അതൊക്കെ സ്ഥിരീകരിച്ച് പറയേണ്ടത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ വിദഗ്ധ സംഘമാണ്. നമുക്ക് നിലവിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഒരിടത്തും ഒരു ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത് കാർവാർ DC കളക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷേ സ്പോട്ട് 3 വീണ്ടും ഡ്രോൺ സംഘം പരിശോധന നടത്തും. അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷയോടുള്ള പരിശോധനയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും കഴിയില്ല. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിദഗ്ധർ, അതായത് ഇത് നടത്തിയ ഡ്രോൺ പരിശോധന നടത്തിയ വിദഗ്ധർ വിശദീകരണം നടത്തും. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാത്രിയിൽ 9 മണിക്ക് ശേഷം ഈ പരിശോധനയുടെ ഡ്രോൺ പരിശോധനയുടെ ഒരു ഇതുവരെ സംഭവിച്ച എന്താണ് എന്നതിൻ്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുന്നുണ്ട്. അതിൽ ഇനി എങ്ങനെ മൂവ് ചെയ്യണമെന്നതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അരുൺ പൂപ്പറമ്പയാണ് നാളത്തെ നീക്കങ്ങളുടെ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ ചേരുന്നത്. അരുൺ, ഓരോ ദിവസവും നമ്മൾ നാളെ എന്തായിരിക്കും ദൗത്യസംഘത്തിൻ്റെ നീക്കങ്ങളെന്ന് ചോദിക്കാറുണ്ട്. ആ പതിവൊന്നും തെറ്റിക്കുന്നില്ല. നാളെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ദൗത്യം മുന്നോട്ട് പോവുക? വിജയകുമാർ, ഇപ്പോഴും നമുക്ക് ഇതിൽ വളരെ പ്രതിസന്ധിയുള്ള പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നിലവിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാലാവസ്ഥ തന്നെയാണ്. ഈ കാലാവസ്ഥ, അതായത് ശക്തമായ മഴയും ഈ പുഴയിലെ ശക്തമായ അടിയൊഴുക്കുമാണ് ഈ ദൗത്യം ഇത്രയും വൈകാൻ കാരണം എന്ന് നമുക്കറിയാം. ഷിരൂരിൽ ശക്തമായ മഴ, ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം പങ്കുവച്ചതാണ്. അതിശക്തമായ കാറ്റുമുണ്ട്. 7 നോട്ട്സ് വരെയൊക്കെ ഇതിൻ്റെ അടിയൊഴുക്കുണ്ടാവുന്നു. 2 നോട്ട്സ് അല്ലെങ്കിൽ 3 നോട്ട്സ് വരെയൊക്കെയാണ് ഈ ഡൈവ് ചെയ്യാനുള്ള ആ ശക്തിയിൽ അടിയൊഴുക്കുണ്ടായാൽ മാത്രമേ ഈ ഡൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൗത്യസംഘം, ഈ നേവി സംഘം ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് ഈ കാലാവസ്ഥ അങ്ങനെ മാറി നിൽക്കുന്നു. ശക്തമായ മഴ തുടരുന്നു. നിലവിലിപ്പോൾ എന്തായാലും ഷിരൂരിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ഏറെ നേരമായി മഴ മാറി നിൽക്കുകയാണ്. നമുക്ക് നാളെയും കാലാവസ്ഥ അങ്ങനെ അനുകൂലമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിനപ്പുറത്തേക്ക് ഇന്ന് ജില്ലാ ഭരണകൂടവും SP-യും അതോടൊപ്പം തന്നെ MLA, കാർവാർ MLA ഒക്കെ അവർ നൽകിയിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ഇതിലൊരു പോയിന്റ് ഔട്ട് ചെയ്ത് അതിൽ നിർണായകമായിട്ടുള്ള, അതായത് പോയിന്റ് 3-യിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നാളത്തെ തെരച്ചിൽ എന്നതാണ് ജില്ലാ ഭരണകൂടം ഈ ഒടുവിലായും വ്യക്തമാക്കുന്നത്. അതിന് ഈ ഡൈവർമാർ ഇതിൽ ഈ അടിത്തട്ടിലെത്തി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഇപ്പോൾ ഈ പുതിയൊരു സംവിധാനം, ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൂൺ എന്ന് പറയുന്ന ഒരു സംവിധാനം നാളെ എത്തിക്കുന്നത്. അത് ഈ പുഴയിലേക്ക് ഒരു പ്ലാറ്റ്ഫോം കണക്കെ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ പ്ലാറ്റ്ഫോം കണക്കെ ഈ പോയിന്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അവർ അത് സ്ഥാപിക്കും. അതിനുശേഷം ഈ മുങ്ങൽ വിദഗ്ധരെ ഹുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഈ പുഴയുടെ അടിത്തട്ടിൽ പോകാൻ സാധിക്കും, ഇത് പരിശോധിക്കാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തെരച്ചിൽ വളരെ നിർണായകമാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൗത്യ സംഘാംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അത് രാവിലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് 11 ദിവസമായി. ഈ 11 ദിവസവും ഓരോ മണിക്കൂറുകൾ നമ്മൾ ഇടപെട്ട് ഇത്തരം ഓരോ അപ്ഡേഷനും നൽകി ഓരോ അത്തരത്തിൽ കാത്തിരുന്നതാണ്. നാളെ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദൗത്യത്തിൽ ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിലവിൽ ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽ കാര്യമായി മഴ പെയ്തില്ല. ഉച്ചയ്ക്ക് മുമ്പ് പെയ്തത്
നടന്നതാണ് മഴ. അതിനുശേഷം കാര്യമായി മഴ പെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓറഞ്ച് അലേർട്ടാണ് നാളെയും മറ്റന്നാളും ഞായറാഴ്ച വരെ. എങ്കിലും മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇന്നിടയ്ക്ക് അവിടെ വെയിൽ തെളിയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പുഴയിലെ അടിയൊഴുക്ക് 7-8 നോട്ട്സൊക്കെ ആയിരുന്നു ഇന്ന് പല സമയത്തും. അത് 2ലേക്ക് കുറയണം. അത് ഇപ്പോഴത്തെ നിലയിൽ എളുപ്പമല്ല, ദിവസങ്ങളെടുക്കും. എങ്കിലും ഈ മഴ കുറഞ്ഞു നിൽക്കുന്നത് ഈ പുഴയിലെ നീരൊഴുക്കിൻ്റെ അളവ് കുറച്ചേക്കും എന്ന് കരുതാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. ഇപ്പോഴും മഴ മാറി നിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഈ രക്ഷാദൗത്യത്തിൽ എപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ്. നിലവിൽ നമ്മളൊരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും കഴിഞ്ഞ 2 ദിവസം മുമ്പ് ലോറി കണ്ടെത്തി. അതിനുശേഷം അവർ അത് ലൊക്കേറ്റ് ചെയ്തു. അതിൻ്റെ മറ്റ് നിർണായക വിവരങ്ങൾ ലഭിച്ചു. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുള്ള, അത് കൃത്യമായി ഇത് റെസ്ക്യൂ ചെയ്തെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ്. ഒരുപക്ഷേ നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുന്നു. ഈ അടിയൊഴുക്കിൻ്റെ ശക്തി കുറയാൻ സാധ്യതയുണ്ട്. അതില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ ഫ്ലോട്ടിംഗ് പ്യോണ്ടൂൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനായി ഉപയോഗിച്ചുകൊണ്ട് നാളെ ഈ ദൗത്യത്തിലെ നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്ന് അവലോകന യോഗത്തിന് ശേഷം ഇവിടുത്തെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും നമ്മുടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെ ദൗത്യം അവസാനിപ്പിക്കില്ല, ഇത് പൂർണ്ണമായും ഇത് റെസ്ക്യൂ ചെയ്തതിന് ശേഷം മാത്രമേ ദൗത്യം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നൽകുന്ന ചില സൂചനകൾ അനുസരിച്ച് നാളെ ഇതിൻ്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. അപ്പോഴും നമ്മൾ കാലാവസ്ഥ അനുകൂലമാകണം എന്ന് നമ്മൾ കരുതുകയാണ്. അങ്ങനെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നാളെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ, നാളെ തെളിഞ്ഞ മാനമാണെങ്കിൽ കൃത്യമായി ഈ അവരുടെ പ്ലാൻ അനുസരിച്ചുള്ള നടപടിയിലേക്ക് അവർ കടക്കും, ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിലവിലും ഈ ദൗത്യ സംഘം പ്രതീക്ഷ പങ്കുവെക്കുന്നത്. വിജയകുമാർ. യെസ്, അരുൺ പൂപ്പറമ്പയും ഷഫീദ് റാവുത്തറുമാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവച്ചത്. ഇപ്പോൾ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലും സഹായവും തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ഡീപ്പ് ഡൈവിംഗിൽ വൈദഗ്ധ്യം നേടിയ ഇന്ത്യൻ നേവിയുടെ വിദഗ്ധരുടെ സഹായം അവിടെ എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഈ സഹകരണം ആവശ്യപ്പെട്ടും കേരളത്തിൻ്റെ സഹകരണം വാഗ്ദാനം ചെയ്തും ഒരു കത്തയച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. നേരത്തെ ഷഫീദ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ അപകടം നടന്ന സ്ഥലം ഡ്രോൺ നിരോധിത മേഖലയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത്. ഇന്ന് രാവിലെ പരിശോധന നടത്തിയ പ്രത്യേക സംഘത്തിൻ്റെ ഡ്രോൺ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിൽ വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് മറ്റൊരു ഡ്രോൺ അവിടെ പറന്നതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്ന് ഈ വിദഗ്ധ പരിശോധനയിൽ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് അതൊരു ഡ്രോൺ നിരോധിത മേഖലയാക്കണമെന്ന് ആ സംഘം ആവശ്യപ്പെടുകയും ജില്ലാ ഭരണകൂടം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷിരൂരിൽ നടന്നത്. നാളെ അവിടെ ചില നിർണായക നീക്കങ്ങൾ, നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നാളെയും അത്തരം നീക്കങ്ങൾ ഉണ്ടാകും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത് ഒരുപക്ഷെ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 25ാം വാർഷിക ദിനത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിഴൽ യുദ്ധം നടത്തി തോൽപ്പിക്കാനാകില്ലെന്നും പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾ തകർക്കുമെന്നും കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം അർപ്പിച്ചു. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരസൈനികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവർപ്പിച്ച് രാജ്യം. 25ാം വാർഷിക വിജയ് ദിവസിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അതിർത്തിക്കപ്പുറത്ത് ഭീകരത വളർത്താനുള്ള ശ്രമങ്ങൾക്ക് മറുപടി പാകിസ്ഥാന്റെ നാശമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ ने अपने इतिहास से कुछ नहीं सीखा है. मैं आतंकवाद के इन सरपरस्तों को कहना चाहता हूं कि उनके नापाक मंसूबे कभी कामयाब नहीं होंगे. आतंकवाद को हमारे जाबाज
पूरी ताकत से कुचलेंगे। കാർഗിലിൽ യുദ്ധസ്മാരകത്തോടനുബന്ധമായ മ്യൂസിയം പ്രധാനമന്ത്രി സന്ദർശിച്ചു. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ നടന്ന വിജയ് ദിവസ് ആഘോഷങ്ങളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാഗമായി. ഡൽഹി. ഒളിമ്പിക്സ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കവേ ഫ്രാൻസിലെ അതിവേഗ റെയിൽവേ ലൈനുകൾക്ക് നേരെ ആക്രമണം. പലയിടത്തും റെയിൽവേ കേബിളുകൾ തീവെച്ച് നശിപ്പിച്ചു. ആക്രമണത്തെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. അട്ടിമറിയുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെയാണ് അതിവേഗ റെയിൽവേ ശൃംഖലയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. പലയിടങ്ങളിലും തീവയ്പുകളടക്കം നടന്നതായി സർക്കാരിന്റെ ട്രെയിൻ ഓപ്പറേറ്റർ SNCF വ്യക്തമാക്കി. പാരീസിനെ ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുമായും വടക്കൻ പ്രദേശങ്ങളുമായും കിഴക്കൻ പ്രദേശങ്ങളുമായും ബന്ധിപ്പിക്കുന്ന റെയിൽവേകളാണ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടത്. അറ്റ്ലാന്റിക് നോർത്തേൺ ഈസ്റ്റേൺ റെയിൽവേ ലൈനുകൾ തടസ്സപ്പെട്ടു. കേബിളുകളും മുറിച്ചുമാറ്റിയ നിലയിൽ കണ്ടെത്തി. SNCFന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണങ്ങൾ നടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അവധി ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്ന 8 ലക്ഷത്തോളം യാത്രക്കാരുടെ സഞ്ചാരം തടസ്സപ്പെട്ടതായാണ് വിവരം. ഒളിമ്പിക്സ് അട്ടിമറിക്കാനായി സാമൂഹ്യവിരുദ്ധർ നടത്തിയ നീക്കം ഫ്രാൻസിനെതിരായ നീക്കമാണെന്ന് കായികമന്ത്രി അമേലി ഔഡിയ കാസ്റേ വ്യക്തമാക്കി. തീവെപ്പിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഈ മാസം 29ഓടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക് 24. നോക്കാം ഒളിമ്പിക്സ് വിശേഷങ്ങൾ. പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ത്യൻ സമയം രാത്രി 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുന്നത്. പാരീസിൽ നിന്ന് 24-ന് വേണ്ടി തൃശൂർ സ്വദേശി ജിത്തു ജനാർദ്ദനൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. പാരീസ് 2024 ഒളിമ്പിക്സിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒളിമ്പിക്സിനാണ് പാരീസ് നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു സ്റ്റേഡിയത്തിലല്ലാതെ ആദ്യമായി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഇപ്രാവശ്യം സെയിൻ റിവർ നദീതീരത്തുകൂടിയാണ് അത്ലറ്റ്സിന്റെ പരേഡ് കടന്നു പോകുന്നത്. 6 കിലോമീറ്റർ, അതായത് പോന്ത് ഓസ്ട്രേലിസ് മുതൽ പോന്ത് ഈന വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിലുള്ള നദീതീരത്തുകൂടെയാണ് അത്ലറ്റ്സിന്റെ പരേഡ് കടന്നു പോകുന്നത്. 92 ബോട്ടുകളായി 10,000-ൽ പരം അത്ലറ്റ്സിനെയാണ് ഈ ബോട്ടുകൾ വഹിച്ച് പരേഡിന് പോകുന്നത്. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ഉദ്ഘാടന ചടങ്ങുകൾ വീക്ഷിക്കാൻ ഇവിടെ എത്തുന്നത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ പാരീസ് നഗരത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് വലിയ വലിയ സർപ്രൈസുകളാണ് പാരീസ് നഗരം മാറ്റിവെച്ചിരിക്കുന്നത്. ലേഡി ഗാഗ, സെലിൻ ഡിയോൺ, അയ നക്കമുറ എന്നീ പ്രശസ്തരായ വ്യക്തികളുടെ പെർഫോമൻസസ് ആണ് റൂമറായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആര് ഇന്ന് ദീപശിഖ തെളിയിക്കും, ഈ ഒളിമ്പിക്സ് ദീപശിഖ തെളിയിക്കും എന്നുള്ളത് ഇപ്പോഴും പാരീസ് ഒളിമ്പിക്സ് അതോറിറ്റി സർപ്രൈസായി വെച്ചിരിക്കുകയാണ്. പാരീസിൽ നിന്നും ക്യാമറമാൻ ശ്രീലക്ഷ്മിയോടൊപ്പം 24 ന്യൂസിന് വേണ്ടി ജിത്തു ജനാർദ്ദനൻ. ഇന്ത്യൻ സമയം രാത്രി 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുന്നത്. 24-ന് വേണ്ടി തൃശൂർ സ്വദേശി ജിത്തു ജനാർദ്ദനൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. KPCC യോഗത്തിലെ വിമർശനത്തിൽ അതൃപ്തിയുമായി പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം DCC സംഘടിപ്പിച്ച ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് VD സതീശൻ വിട്ടുനിന്നു. പാർട്ടി യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും പുറത്തുവിടുന്നത് ആരാണെന്ന് നേതൃത്വം അന്വേഷിച്ചാൽ നന്നായിരിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ജനാധിപത്യ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം. KPCC ഇന്നലെ ഓൺലൈനായി ചേർന്ന യോഗം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നില്ല. KPCC ഭാരവാഹികൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയാണുള്ളത്. യോഗത്തിലെ വിമർശനം പുറത്തായതും VD സതീശനെ ചൊടിപ്പിച്ചു. DCCയുടെ തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം. തിരുവനന്തപുരത്തുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് ക്യാമ്പിൽ പങ്കെടുത്തില്ല. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ റിപ്പോർട്ടായി അവതരിപ്പിക്കേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നാൽ താൻ വിമർശനത്തിന് അതീതനല്ലെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ വിമർശനത്തിന് അതീതനല്ല. ഞാൻ വിമർശനത്തിന് വിധേയമാകേണ്ട ആളാണ്. വിമർശിക്കപ്പെടാതെ പോകേണ്ട ആളല്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ അത് വിമർശിക്കണം. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും. VD സതീശന്റെ അസാന്നിധ്യത്തിൽ
കൊടിക്കുന്നിൽ സുരേഷ്, MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഓൺലൈൻ യോഗത്തിൽ വിമർശനമുണ്ടായില്ലെന്നാണ് KPCCയുടെ വിശദീകരണം. എന്നാൽ വിമർശനമുണ്ടായെന്ന വാർത്ത KPCC അധ്യക്ഷൻ K. സുധാകരൻ തള്ളിയില്ല. ജനാധിപത്യ പാർട്ടിക്കകത്ത് അഭിപ്രായ ഐക്യവും അഭിപ്രായ വ്യത്യാസവും വിമർശനവും സപ്പോർട്ടിങ് എല്ലാം ഉണ്ടാവും. നാച്ചുറൽ. സതീശനാരും ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇപ്പം കണ്ട സതീശനെ കൂട്ടിക്കൊണ്ട് ഞാൻ ചായ വാങ്ങിക്കൊടുക്കും, ഒരു പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുവെന്നായിരുന്നു KPCC അംഗങ്ങളുടെ വിമർശനം. വയനാട്ടിലെ ചിന്തൻ ശിബിരിന്റെ ശോഭ കെടുത്തിയത് പ്രതിപക്ഷ നേതാവാണെന്നും വിമർശനമുണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയ ജീവനക്കാരി കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ധന്യ മോഹൻ കീഴടങ്ങിയത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ധന്യ ക്ഷുഭിതയായി. തട്ടിപ്പിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യാമോഹനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. പിന്നാലെയാണ് ധന്യ കൊല്ലം ഈസ്റ്റ് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്ന് ധന്യ പോലീസിന് മൊഴി നൽകി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ധന്യാമോഹനെ തൃശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറി. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ധന്യയുടെ മറുപടി ഇങ്ങനെ: 5 സെന്റ് സ്ഥലം ചന്ദ്രനിൽ മേടിച്ചിട്ടുണ്ട്. 5 വർഷമായി വിവിധ വ്യാജ അക്കൗണ്ടുകളിലേക്ക് വായ്പയായാണ് ധന്യാമോഹൻ പണം മാറ്റിയതെന്നാണ് പരാതി. 18 വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ധന്യ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ കുടുംബങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത്. ഓഡിറ്റിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ യുവതി ഒളിവിൽ പോവുകയായിരുന്നു. ബന്ധുക്കളുടെ അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 കൊല്ലം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.